ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നമ്മുടെ ഗ്രൂപ്പിലെ ആല വിപണി ഗ്രൂപ്പിൻ്റെ ഒരു മെമ്പറും അതേപോലെ തന്നെ നമുക്കെപ്പോഴും പ്രോത്സാഹനവുമായിട്ട് നമ്മളോടൊപ്പം ഉള്ള ചെറുനാട് കൃഷി ഓഫീസിലൊക്കെ മുൻ കൃഷി ഓഫീസറായിട്ടിരുന്ന താമരക്കുളം സ്വദേശിയായിട്ടുള്ള അഭിലാഷ് സാറാണ്. ഇത് നമ്മൾ ഈ അടുത്ത സമയത്ത് ഒരു ജനങ്ങൾക്കൊരു ബോധവൽക്കരണം എന്നുള്ള നിലയിലും സർക്കാരിനോടൊരു ആവശ്യം എന്നുള്ള നിലയിലും വ്യാപകമായിട്ട് ചെല്ലിയുടെ ട്രാപ്പുകൾ സർക്കാർ നേതൃത്വം എടുത്ത് ഓരോ വാർഡിലും മിനിമം 7 പേർക്കെങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞ ഒരു ആവശ്യം ഉന്നയിച്ചായിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അഭിലാഷ് സാറിൻ്റെ അഭിപ്രായം കൂടെ നമുക്ക് ചോദിച്ചു നോക്കാം. തെങ്ങിൻ്റെ പ്രധാന ശത്രുക്കൾ എന്ന് പറയുന്നത് കൊമ്പൻ ചെല്ലിയും ചെമ്പൻ ചെല്ലിയാണ്. അതിൽ തന്നെ കൊമ്പൻ ചെല്ലിയാണ് ഏറ്റവും വലിയ ശത്രു. കൊമ്പൻ ചെല്ലി എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും, വലിയ കറുത്ത വണ്ട്, നമ്മൾ കയറി നിന്നാൽ പോലും ചാവാത്ത ഒരു സാധനമാണ് കൊമ്പൻ ചെല്ലി എന്ന് പറയുന്നത്. ഈ കൊമ്പൻ ചെല്ലി വന്നിട്ട് അവൻ ഭയങ്കര കള്ളുകുടിക്കാരനാണ്. തെങ്ങിൽ വന്നിട്ട് തുരന്നിട്ട് കള്ളു കുടിച്ചിട്ട് അവൻ പറന്നു പോകുന്ന ഈ ദ്വാരത്തിലേക്ക് ചുമന്ന ചൊല്ലി വന്ന് മുട്ടയിടും. ചുമന്ന ചൊല്ലി വന്നിട്ട് ആദ്യം ഇച്ചിരി കള്ളൊക്കെ കുടിച്ചിട്ട് ആ പെണ്ണാണെങ്കിൽ അതിനകത്ത് ഇന്ന് ഇട്ട് 100 കണക്കിന് പുഴുക്കളുണ്ടായിട്ട് തെങ്ങിൻ്റെ മണ്ട മറിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇതിനകത്ത് ഈ ചെല്ലി കയറി എന്നുള്ളത്. അപ്പം നമ്മൾ സത്യത്തിൽ നിയന്ത്രിക്കേണ്ടത് കറുത്ത ചെല്ലിയാണ്. കറുത്ത ചെല്ലി സ്വയം ചുവന്ന ചെല്ലിക്ക് ഒരു ദ്വാരം ഉണ്ടാക്കാൻ പറ്റില്ല. തെങ്ങിൻ്റെ ഏതെങ്കിലും മുറിവുള്ള ഭാഗത്ത് നമ്മൾ മടൽ വെട്ടുമ്പോൾ മടലിൻ്റെ ദ്വാരം ഉണ്ടെങ്കിൽ അവിടെ വന്ന് മുട്ടയിടും. അതുപോലെ തെങ്ങിന് കൊതയെടുക്കുമ്പോൾ കൊതയിൽ വന്നിട്ട് മുട്ടയിടും. അപ്പോൾ തെങ്ങിൽ മുറിവുണ്ടാകാതെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ചുവന്ന ചെല്ലി വരാതിരിക്കാൻ ഒരു നിയന്ത്രണ മാർഗം. അതോടൊപ്പം തന്നെ കൊമ്പൻ ചെല്ലിയെ നിയന്ത്രിക്കുകയും വേണം. അപ്പോൾ കൊമ്പൻ ചെല്ലിയും ചെമ്പൻ ചെല്ലിയും നിയന്ത്രിക്കാൻ നിരവധിയായ മാർഗങ്ങളുണ്ട്. അതിൽ ഇപ്പം തൈത്തെങ്ങ് നടുമ്പോൾ ചെറുപ്പം പോലെ തുടക്കം പോലെ മാസത്തിൽ ഒരു തവണ രാസകീടനാശിനി ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ ഈ കൊമ്പൻ ചെല്ലിയും ചെമ്പൻ ചെല്ലിയും വരാതെ നമുക്ക് സംരക്ഷിക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഉടക്കുവല, പഴയ മീൻപിടുത്ത വല ഉടയാട പോലെ ചുറ്റി ഞാത്തിയിട്ടാലും ഈ 2 ചെല്ലിയും വരത്തില്ല. വന്നാൽ ഇതിൽ ഈ വലയിൽ കുടുങ്ങിയിട്ട് നഷ്ടപ്പെട്ടു പോകും. പിന്നെ കുറച്ച് വളർന്നു കഴിഞ്ഞാൽ കായ്ച്ചു കഴിഞ്ഞാൽ പിന്നെ രാസകീടനാശിനികളൊന്നും യാതൊരു കാരണവശാലും പ്രയോഗിക്കരുത്. രാസകീടനാശിനിക്ക് പകരമായിട്ട് നമുക്ക് പലതരത്തിലുള്ള കെണികൾ ഉപയോഗിക്കാം. കെണികൾ എന്ന് പറയുമ്പം നമുക്ക് തെങ്ങിൻ്റെ മടലിനുള്ളിൽ പാറ്റാഗുളിക വെക്കാം. അത് അതിൻ്റെ പാറ്റാഗുളിയുടെ നാറ്റം കൊണ്ട് അടുക്കത്തില്ല. അതുപോലെ തന്നെ വേപ്പ് പിണ്ണാക്ക് പൊടിയും മണലും കൂടി മിശ്രിതം ചേർത്തിടാം. മണലും കല്ലുപ്പും പിന്നെ ഏതെങ്കിലും കീടനാശിനിയും ചേർത്തിട്ട് കുരലിലിട്ട് കൊടുക്കാം. അപ്പോൾ ഈ കൊമ്പൻ ചെല്ലി വന്നിട്ട് തുരക്കുമ്പോൾ മണൽ അതിൻ്റെ ഈ കഴുത്തിൻ്റെ ഈ ഭാഗം മാത്രമാണ് മൃദുവായിട്ടുള്ളത്, അവിടെ കുടുങ്ങും. ആ കുടുങ്ങിയ ഭാഗത്തെ മുറിവിലൂടെ ഈ പറയുന്ന ഉപ്പ് നമ്മൾ കല്ലുപ്പും കൂടെ ചേർക്കുകയാണെങ്കിൽ, മണലിൻ്റെ കൂടെ കല്ലുപ്പും കൂടെ ഇടുകയാണെങ്കിൽ കല്ലുപ്പ് വെച്ചിട്ട് ദ്രവിച്ചിട്ട് അതുവഴി വിഷം, നമ്മൾ അതിനകത്ത് ചേർത്തിരിക്കുന്ന വിഷം ഇതിലേക്ക് അതിൻ്റെ ശരീരത്തെത്തിയിട്ട് അതിനെ കൊല്ലാൻ കഴിയും. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പം പുതിയൊരു രീതിയാണ് ഫിറമോൺ കെണികൾ. ലൈംഗിക ഹോർമോണാണത്. അത്തരത്തിലുള്ള ഫിറമോൺ കെണികൾ ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടും. ഫിറമോൺ കെണി കൊമ്പൻ ചെല്ലിക്കുള്ളതും ചെമ്പൻ ചെല്ലിക്കും ഉണ്ട്. റൈനോലൂർ എന്ന് പറയുന്ന കൊമ്പൻ ചെല്ലിയുടേത്, ട്യൂലൂർ എന്ന് പറയുന്ന ചുവന്ന ചെല്ലിയുടെ ഉണ്ട്. അപ്പോൾ ഈ ഫിറമോൺ കെണി വെച്ചാൽ എവിടെ ചെല്ലി ഉണ്ടെങ്കിലും കൃത്യമായി അതിൻ്റെ ചെല്ലികൾ ഈ ട്രാപ്പിൽ വന്ന് വീഴും. അപ്പോൾ നമ്മൾ എത്ര അകലത്തിൽ ചെല്ലി ഉണ്ടെങ്കിലും അവർ പറന്ന് നമ്മുടെ ട്രാപ്പിലെത്തും. പക്ഷേ ഇതിനകത്ത് ഒരു അപകടമുണ്ട്. നമ്മുടെ കൃത്യമായി ഈ കെണിയിൽ വീണില്ലെങ്കിൽ ഈ ചെല്ലി നമ്മുടെ നല്ല തെങ്ങിൽ വന്ന് ഇരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ഫിറമോൺ കെണി വെക്കുമ്പോൾ ഒന്നീ ഒരു പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ വെക്കണം, അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് അടിസ്ഥാനത്തിൽ വെക്കണം, അല്ലെങ്കിൽ ഒരു താലൂക്ക് അടിസ്ഥാനത്തിൽ വെക്കണം. അങ്ങനെ വെച്ചാൽ നമുക്ക് ടോട്ടലായിട്ട് ഈ ചെല്ലികളെ നിയന്ത്രിക്കാൻ കഴിയും. ഒറ്റപ്പെട്ട രീതിയിൽ ഒരു കർഷകരും ഈ ചെല്ലിക്കണി വീട്ടിൽ കൊണ്ടുവെക്കരുത്, അല്ലെങ്കിൽ നമ്മുടെ തോട്ടത്തിൽ വെക്കരുത്. കാരണം തോട്ടത്തിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് ഈ ചെല്ലി എവിടെയൊക്കെ ഉണ്ടെങ്കിലും അത് വന്നിട്ട് അതിൻ്റെ ഒരു സാന്ദ്രത നമ്മുടെ തോട്ടത്തിലുണ്ടാവും. അത് ചിലപ്പോൾ നമുക്കൊരു റിവേഴ്സ് എഫക്റ്റ് ഉണ്ടാകും, നമ്മുടെ നല്ല തെങ്ങുകളിലൊക്കെ വന്ന് കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ചെല്ലിക്കണി വെക്കുകയാണെങ്കിൽ, ഫിറമോൺ കണി വെക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും ചുരുങ്ങിയ ഒരു വാർഡ് അടിസ്ഥാനത്തിൽ ഒരു 1 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രദേശം കണ്ടെത്തിക്കൊണ്ട് അതിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ചെല്ലിക്കണി വെച്ചാൽ നമുക്ക് ചെല്ലിയെ ഫലപ്രദമായിട്ട് നിയന്ത്രിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ പശു വളർത്തുന്ന കർഷകരുടെ ചാണകക്കുഴിയിലെ ഈ ഉരുവേരെന്ന് പറയുന്ന സാധനം പിഴുതിട്ട് ചാണകക്കുഴിയിലാണ് കൊമ്പൻ ചെല്ലി മുട്ടയിട്ട് വിരിഞ്ഞ് വരുന്ന
കുണ്ടളപ്പുഴു എന്ന് പറയുന്ന സാധനം കൊമ്പൻ ചെല്ലിയുടെ കുഞ്ഞാണ്. അപ്പം ഈ ചാണകക്കുഴികളൊക്കെ നമ്മൾ ചെല്ലി വിമുക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗ്ഗമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മുടെ പറമ്പിലൊക്കെ കളയായിട്ട് വളർന്നു വരുന്ന ഒരു പേരാണ് തീട്ടപ്പെരുമലം എന്ന് പറഞ്ഞ ചെടി പിഴുത് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത് അഴുകി വരുന്ന ജ്യൂസ് ഈ മുട്ടകളെ, കൊമ്പൻ ചെല്ലിയുടെ മുട്ടകളെ ഒന്നുകിൽ വന്ധ്യമാക്കും, അല്ലെങ്കിൽ വിരിഞ്ഞിറങ്ങിയാൽ തന്നെ പുഴുക്കൾക്ക് കണ്ണും കൈയും കാലും ഒന്നും ഇല്ലാത്ത രീതിയിലാവും, വികലാംഗനായി പോവും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യം കൂടി ചെയ്താൽ നമ്മുടെ നാട്ടിൽ നിന്ന് തെങ്ങിൻ്റെ ശത്രുക്കളായ കൊമ്പൻ ചെല്ലിയും ചെമ്പൻ ചെല്ലിയും നിയന്ത്രിക്കാം. താങ്ക് യു സാറേ. ഞാൻ ഇത് തന്നെയാണ് എപ്പോഴും ഞാനും കർഷകരോട് പറയാറുള്ളത്. കാരണം എൻ്റെയും കൂടെ ഒരു പരീക്ഷണത്തിൽ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാർ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ തോട്ടത്തിൽ വെക്കുന്ന അപകടമാണ്. അപ്പോൾ തോട്ടത്തിൽ നിന്ന് വരുന്നവരോടൊക്കെ ഞാൻ പറയുന്നത് ഒരു 250 മീറ്ററെങ്കിലും ദൂരെ വെക്കണമെന്നാണ് ഞാനും പറയാറുള്ളത്. കാരണം എൻ്റെയും എക്സ്പീരിയൻസ് എനിക്ക് മനസ്സിലായതാണ്. അതുപോലെ തന്നെ സാറേ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൃഷി ചെയ്യുന്ന കൃഷിഭൂമിയിൽ കോഴിയെ വളർത്തുക, അതേപോലെ തന്നെ നമ്മുടെ ചീമക്കൊന്ന വളർത്തുക, ഇതൊക്കെ വളർത്തി കഴിയുമ്പോഴത്തേക്ക് എനിക്കൊന്നു ഈ കോഴി എന്ന് പറയുന്ന ശത്രുവാണല്ലോ. ഇവരെ ഈ ശത്രുവിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ വരുന്നത് കുറയുന്നുണ്ട്. അതുപോലെ തന്നെ ചീമക്കൊന്ന എന്ന് പറയുന്നത് ഈ തെങ്ങിന് മധുരം ഉണ്ടെന്നാണ് പറയുന്നത്, ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ചീമക്കൊന്നയുടെ ഇല വെട്ടി എൻ്റെ ചവിട്ടി സ്ഥിരമായിട്ട് ഇടാമെന്നുണ്ടെങ്കിൽ ആ ടേസ്റ്റ് മാറുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ആകുമ്പോൾ ചെല്ലി വരത്തില്ല. ഇവർക്ക് ഈ പറഞ്ഞിരിക്കുന്ന പോലെ കഴിക്കുന്നവണ് ഒരു മധുരം വേണം. സാറ് പറഞ്ഞ പോലെ കള്ളിനൊരു ടേസ്റ്റ് വേണം. ടേസ്റ്റ് ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവർ വരുന്നത്? അപ്പം അതൊക്കെ നമുക്ക് പരീക്ഷിക്കാൻ പറ്റുന്നതാണ്. കോഴിയൊക്കെ വളർത്താക്കി മുട്ടയും കിട്ടും. തീർച്ചയായിട്ടും നമ്മുടെ പ്രകൃതി തന്നെ ഇതിൻ്റെ ശത്രുക്കളുണ്ട്. ഈ പറയുന്ന പണ്ട് മുതലേ നമ്മുടെ തെങ്ങ് കൃഷിക്കാർ, നമ്മുടെ പൂർവികന്മാരെന്ന് പറഞ്ഞാൽ ഈ കൊന്ന വേലിയാണ് ആയിട്ട് ഉപയോഗിക്കും. ഈ കൊന്നയുടെ ചവറാണ് നമ്മുടെ തെങ്ങിൻ തോട്ടത്തിൽ തടത്തിലിടുന്നത്. തീർച്ചയായിട്ടും അതൊരു നല്ലൊരു മാർഗം തന്നെയാണ് ചെല്ലിയെ നിയന്ത്രിക്കുക. അതോടൊപ്പം തന്നെ പലതരം പക്ഷികൾ, നമ്മുടെ ഉപ്പൻ പക്ഷി നല്ലൊരു പിന്നെ ഈ ചെല്ലി എവിടെ കണ്ടാലും തിന്നുന്ന ഒരു സാധനമാണ്. ഉപ്പൻ പക്ഷികളുടെയൊക്കെ വംശം ഇപ്പോൾ കുറഞ്ഞു പോയില്ലേ? എന്തോ കാരണത്താൽ നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനത്തിലായിരിക്കും ഉപ്പൻ പക്ഷികളെ ഇന്നിപ്പോൾ കാണാനില്ല. ഉപ്പൻ പക്ഷികൾ ഇതിൻ്റെ ഒരു പ്രകൃതിയിലെ ശത്രുവാണ്. ഈ ചെല്ലിയെ ഈ കൊമ്പൻ ചെല്ലിയും ചെമ്പൻ ചെല്ലിയും പിടിച്ച് തിന്നുന്ന ഒരു പക്ഷിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രകൃതിയിലുള്ള നമ്മുടെ മിത്രങ്ങൾ, ഈ ചെല്ലിക്കെതിരെ പ്രവർത്തിക്കുന്ന മിത്രങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നതും കൂടിയാണ് ഈ ഇത്തരത്തിലും ഈ കൊമ്പൻ ചെല്ലിയും ചെമ്പൻ ചെല്ലിയൊക്കെ വലിയ ശത്രുക്കളായി മാറിയതെന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. സാറേ, ഞാനും ചെറുത് കാട് കയറിക്കോട്ടെ. സാറോട് സംസാരിക്കുമ്പോൾ ചെറിയ കാട് കയറി പറയാം. സാറേ, ഈ പല ജീവികളും ഭൂമിയിൽ നിലതായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചുറ്റും നോക്കുന്നുണ്ടെങ്കിൽ പണ്ട് ഇതുപോലെ ചെറുപ്പത്തിൽ മരിക്കുന്ന മനുഷ്യരുടെ എണ്ണം കുറവായിരുന്നു. ഇപ്പം ചെറുപ്പക്കാർ വ്യാപകമായിട്ട് മരിച്ചു പോകുന്നുണ്ട്. നമ്മൾ പ്രകൃതിയെ മറന്ന് പല കാര്യങ്ങളും ചെയ്യുന്നതിൻ്റെ ഒരു ഫലമായിട്ടാണ് എനിക്കത് തോന്നുന്നത്. നമ്മൾ വികസനം പണം എന്നുള്ളതിന് മാറിയിട്ട് കുറച്ചുകൂടെ മനുഷ്യത്വപരമായിട്ട് നമ്മൾ പ്രകൃതിയെ കൂടെ തിരിച്ചു പിടിക്കാമെങ്കിൽ തീർച്ചയായിട്ടും വരുന്ന തലമുറകൾക്കൊക്കെ കുറേ കാലം കൂടെയൊക്കെ ജീവിച്ചിരിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സൽക്രമമായിരിക്കും അത്, അല്ലേ സാറേ? തീർച്ചയായിട്ടും പ്രകൃതിയെ നോക്കാത്തുള്ള വികസനമൊക്കെ നമ്മുടെ അധോഗതിയിലേക്ക് നയിക്കുന്നത്. അടുത്ത കാലത്തെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ. അതെ. ഓക്കെ, താങ്ക് യു സാറേ.